പാലക്കാട് കോയമ്പത്തൂർ ദേശീയപാതയിൽ കഞ്ചിക്കോട് 4 ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ചു. ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ അരമണിക്കൂറോളം ഇതിൽ കുടുങ്ങിക്കിടന്നുവെന്നും വാർത്ത വരുന്നു. പോലീസും നാട്ടുകാരും ചേർന്നാണ് ഇദ്ദേഹത്തെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്. നിഖിൽ പ്രമീഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. നിഖിൽ, ഗുഡ് മോർണിംഗ്. പറയൂ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇപ്പോൾ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു? അവിടെ എന്തെങ്കിലും ഗതാഗത തടസ്സം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. ഈ ഘട്ടത്തിൽ ഈ ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപകടം നടന്ന ആ സമയങ്ങളിൽ പൂർണ്ണമായി അതിലൂടെയുള്ള ഗതാഗതം നിലച്ചിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. പുതുശ്ശേരി പഞ്ചായത്തിന് സമീപത്തെ സിഗ്നലിൽ വെച്ചാണ് ഈ ലോറികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഭാഗങ്ങളിൽ അപകടം തുടർക്കഥയാണ്. നിരന്തരം ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാറുള്ള ഒരു മേഖല തന്നെയാണ്. അങ്ങനെയാണ് ആദ്യം 2 ലോറികൾ തമ്മിൽ ഇടിക്കുന്നു, പിന്നീട് അതിന് പുറകിലായി മറ്റ് 2 ലോറികൾ കൂടി, അങ്ങനെ 4 ലോറികൾ വന്ന് കൂട്ടിയിടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഇതിലൊരു ലോറിയിലെ ഡ്രൈവർ മാത്രം, അദ്ദേഹത്തെ പുറത്തെടുക്കാനാണ് ഏറെ പ്രയാസപ്പെട്ടത്. ഏതാണ്ട് അരമണിക്കൂറോളം ഈ വാഹനത്തിൽ അദ്ദേഹം കുടുങ്ങിക്കിടന്നു എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ പറയുന്നത്. ഇപ്പോൾ പൂർണ്ണമായി അവിടുന്ന് 4 ലോറികളും നീക്കം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാരും പോലീസും ചേർന്നാണ് ഈ ഉള്ളിൽ കുരുങ്ങിക്കിടന്ന ഡ്രൈവറെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മറ്റാർക്കും തന്നെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഇതൊരു സ്ഥിരം അപകട മേഖലയാണ്. അല്പം കൂടി കാര്യക്ഷമമായിട്ടുള്ള ഗതാഗത സംവിധാനങ്ങൾ, സിഗ്നൽ സംവിധാനങ്ങളൊക്കെ ഇവിടെ വേണമെന്നുള്ള ആവശ്യം നാട്ടുകാർ നിരന്തരം ഉന്നയിക്കുന്നതാണ്. എന്തായാലും ഈ പുതുവർഷം പുലരാൻ ദിവസങ്ങൾ, ഒരു മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് പുതുശ്ശേരി ഭാഗത്ത് വീണ്ടും ഒരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അല്പം കൂടി ഗതാഗത നിയന്ത്രണങ്ങളും സിഗ്നൽ സംവിധാനവും ഒക്കെ ഇവിടെ വേണമെന്നുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നതും.